ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കിഡ്സ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും കായ്ക്കൊക്കെ പറയാൻ പഠിച്ചോ? ഇനി നമുക്ക് വാക്കുകൾ പഠിച്ചാലോ? ആദ്യം അ ആ ഇ അല്ലേ നിങ്ങൾ പഠിച്ചത്? അപ്പോൾ അ ആ ഇ യിലെ വാക്കുകൾ നമുക്ക് നോക്കാം. എല്ലാവരും ഈ വാക്കുകൾ പഠിക്കണം കേട്ടോ. ആദ്യം ഏതക്ഷരമാണ് പഠിച്ചത്? ആ. ആയിലെ വാക്ക് ഏതാണ്? അമ്മ. എല്ലാവർക്കും അമ്മയെ സ്നേഹമല്ലേ? അമ്മ നമുക്ക് ചോറ് വാരിത്തരും, ഉമ്മ വയ്ക്കും, സ്നേഹിക്കും, കൊഞ്ചിക്കും, കളിക്കും. എല്ലാവർക്കും അമ്മയെ ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാക്ക് ഏതാണ്? അമ്മ. അടുത്ത വാക്ക് ഏതാണ്? അപ്പോൾ അച്ഛൻ. അമ്മയും അച്ഛനും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണല്ലേ? അമ്മ, അച്ഛൻ, പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് ആയിൽ? അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, അച്ചച്ചനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരില്ലേ നമുക്ക് ആയിൽ? അപ്പോൾ ആയിൽ ഏതൊക്കെ വാക്ക് കിട്ടി? അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ. ആയിൽ ഇത്ര വാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഏതാണ്? അണ്ണാൻ, അരണ. ഇതൊക്കെ എന്താണ്? ജീവികളാണല്ലേ? അണ്ണാനെ കണ്ടിട്ടില്ലേ? മരത്തിലേക്ക് ചാടി ചാടി ചാടിപ്പോയെന്ന്. പിന്നെ അരണ. അരണയെ കാണാൻ വഴിയുണ്ടോ? ഈ കല്ലുകളുടെ ഇടുക്കിലൊക്കെ അരണ ഇരിക്കണം കണ്ടിട്ടില്ലേ? ഇനി അച്ഛനും അമ്മയും ഇതൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ അവരെ അടുത്ത് കാണിച്ചു തരാൻ പറയണം കേട്ടോ. അപ്പോൾ അതിലെ വാക്കുകൾ ഏതാണ്? അമ്മ, അച്ഛൻ, അണ്ണാൻ, അരണ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ആ. ഏതാണ്? ആ. ആയിൽ ആന. ആനയെ അറിയില്ലേ? ആനയെ കണ്ടിട്ടില്ലേ? ആ, ആന. ആമ. എന്താണ്? ആമ. പുറത്തൊരു കട്ടിയുള്ള തോടുള്ളൊരു ജീവിയാണ് കേട്ടോ ആമ. വളരെ പതുക്കെ മാത്രമേ പോളൂ. ആമയുടെയും മുയലിൻ്റെയും കഥ കേട്ടിട്ടില്ലേ കൂട്ടുകാർ? ഓക്കെ. ആമ. എന്താണ്? ആമ. വേറൊരു ജീവി ഏതാണ് ആയിലുള്ളത്? ആട്. ഏതാണ് ആട്? നിങ്ങളുടെ വീട്ടിൽ ആട്ടിൻകുട്ടിയുണ്ടോ? ആട്. വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗമാണ് ഏത്? ആട്. ആപ്പിൾ. ഏതാണ്? ആപ്പിൾ. അപ്പോൾ ആയിലെ വാക്കുകൾ പറഞ്ഞേ. ആന, ആമ, ആട്, ആപ്പിൾ. ആയും കഴിഞ്ഞു. ഇനി ഏതാണ്? ഈല വാക്ക് ഏതാണ്? ഇല. ഇല. ചെടികളുടെയൊക്കെ ഇല അറിയില്ലേ നിങ്ങൾക്ക്? ഇലയൊക്കെ പറിച്ച് കളിക്കാറില്ലേ? എന്നും പറഞ്ഞ് ചെടികളെയൊന്നും പറിച്ച് കളയല്ലേ കേട്ടോ. ഇല. ഏതാണ്? ഇല. ഇഞ്ചി. എന്താണ്? ഇഞ്ചി. ഭൂമിക്കടിയിൽ നമ്മൾ എടുക്കുന്ന ഒരു ഭക്ഷ്യവിളയാണ് ഏതെന്ന് പറയുന്നത്? ഇഞ്ചി. നമ്മൾ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കും കേട്ടോ ഇഞ്ചി. ഇല, ഇഞ്ചി. അടുത്ത ഈലൊരു വാക്കാണ് ഇണ. ഇണ എന്താണ്? പക്ഷികളൊക്കെ രണ്ടായിട്ടിരിക്കില്ലേ? ഒരാണും ഒരു പെണ്ണും. അതിനെയാണ് ഇണ എന്ന് പറയുന്നത്. എന്താണ് കൂട്ടുകാരെ? ഇണ. ഇണക്കുരുവികൾ എന്നൊക്കെ കേട്ടില്ലേ? ഇണ. ഒരാണും ഒരു പെണ്ണും. അടുത്ത ഇടവഴി. ഏതാണ് ഒരു വാക്ക്? ഇടവഴി. അതായത് നമ്മൾ ഒരു റോഡിൽ കൂടെ പോവുകയാണ്, ഒരു സ്ഥലത്തൂടെ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്കിലോട്ട് ഒരു ചെറിയ വഴി തിരിയുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്ന കൂട്ടുകാരെ? ഇടവഴി. നിങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ നമ്മൾ എളുപ്പ വഴിയായിട്ട് ഇടവഴിയിലൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണ് ഇടവഴി. ഈലൊരു വാക്കാണ് ഇടവഴി. അടുത്ത ഈ കഴിഞ്ഞാൽ ഏതാണ്? നമ്മൾ പല്ല് തേച്ചതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ എന്ന് കാണിച്ചു കൊടുക്കില്ലേ? ഓക്കെ, അപ്പോൾ ഈലൊരു വാക്കാണ് ഈച്ച. നമ്മളെപ്പോഴും കാണുന്ന ഒരു ജീവിയാണ് അല്ലേ? ഒരു പക്ഷി. ഏതാണ്? പക്ഷിയല്ല, എന്താണ്? ഒരു പ്രാണിയാണ്. ഏതെന്ന് പറയുന്നത്? ഒരു പ്രാണിയാണ് ഈച്ച. ഈച്ച ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്ന് ഇരിക്കും അല്ലേ? രോഗങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ഈച്ചയൊക്കെ. ഓക്കെ, അടുത്ത വാക്ക് ഈറ്റ. ഈറ്റ. മുളയുടെ ചെറിയ മുളേനൊക്കെയാണ് ഈറ്റ എന്ന് പറയുന്നത്. എന്താണ്? ഈറ്റ. ഒരു ചെടിയാണ് കേട്ടോ ഈറ്റ. അടുത്തൊരു വാക്കാണ് ഈണം. ഈണം എന്താണ്? പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതിൽ നല്ല മ്യൂസിക്കൊക്കെ ഇടത്തില്ല, നല്ല ഇമ്പമുള്ള ആയിട്ട് മാറാൻ വേണ്ടി. അതിനെയാണ് ഈണം എന്ന് പറയുന്നത്. പാട്ടിൻ്റെയൊക്കെ താളമില്ലേ? നമ്മൾ മ്യൂസിക് ഇടൂലേ? ഈണം എന്നാണ് പറയുന്നത് കേട്ടോ. പാട്ടിൻ്റെ ഈണം എന്ന് പറയും. ഒരു താളമുണ്ട്. പാട്ടൊക്കെ പാടുമ്പോൾ നല്ല എല്ലാവർക്കും പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ? അങ്ങനെയാണ് ഈണം എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഏതാണ്? ഈത്തപ്പന. എന്താണ്? ഈത്തപ്പന. എന്താണ്? ഈന്തപ്പഴമൊക്കെ എല്ലാവരും കഴിച്ചിട്ടില്ലേ? ഒരു കറുത്ത പഴം. ഓക്കെ, അത് കഴിക്കുന്ന മരമാണ് ഈത്തപ്പന. ഏതാണ്? ഈത്തപ്പന. പല പല പനകൾ ഉണ്ട് കേട്ടോ. ഈത്തപ്പന. ഏതാണ്? ഈത്തപ്പന. ഈ കഴിഞ്ഞാൽ ഏത് വാക്കാണ്? ഊ. ഏതാണ്? ഊ. ഏതക്ഷരമാണ് വരുന്നത്? ഈ കഴിഞ്ഞാൽ ഏതക്ഷരമാണ്? ഊ.
ഊയിലൊരു വാക്ക് ഏതാണ്? ഉറി. എന്താണ്? ഉറി. കൂട്ടുകാരൊക്കെ ഇപ്പോൾ കാണാൻ അവസരം കുറവാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി വെച്ചാൽ അതിനെ പൂച്ച അതുപോലെ അതൊന്നും തട്ടിയിടാതിരിക്കാൻ വേണ്ടി അടുക്കളയിൽ തന്നെ മുകളിൽ ചുവരിൽ ഒരു ഇത് തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. ഉറി തൂക്കിയിട്ടിട്ട് ആ ഉറിയിൽ കലങ്ങളൊക്കെ പറക്കി വയ്ക്കാറുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ഉറി. എന്താണ്? ഉറി. നെയ്യ്, വെണ്ണ, അതൊക്കെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും തട്ടി മറിച്ചിടാതിരിക്കാൻ, പൂച്ചയൊക്കെ കയറി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി മുകളിൽ ഇതേപോലെ ഉറികളിൽ തൂക്കിയിടാമായിരുന്നു. അടുത്തേതാണ്? ഉരൽ. ഇപ്പോഴും കാണാൻ അവസരം ഇല്ലാത്ത ഒരു സാധനമാണ് ഏതെന്ന് പറയുന്നത്? ഉരൽ. പണ്ടൊക്കെ വീടുകളിൽ ഈ മിക്സിയൊക്കെ വരുന്നതിന് മുമ്പൊക്കെ അരി ആട്ടുന്നതിനും നെല്ല് ഇടിക്കുന്നതിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ഉരൽ. ഇതാണ് ഉരൽ. ഉരലിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണമാണ് ഏതെന്ന്? ഉലക്ക. എന്താണ് കൂട്ടുകാരെ? ഉലക്ക. ഉരൽ, ഉലക്ക. ഉലക്ക പഠിത്തം തന്നിട്ടില്ല. ഒരു നീണ്ട വടി പോലുള്ള സാധനമാണ് കേട്ടോ. അടുത്ത ഇതാണ് ഉറുമ്പ്. എല്ലാവർക്കും അറിഞ്ഞൂടെ ഉറുമ്പിനെ? ഉറുമ്പ് വരി വരിയായി പോകുന്നുണ്ടല്ലേ. കടിക്കണ ഉറുമ്പുണ്ട്, കടിക്കാത്ത പാവ ഉറുമ്പുകളും ഉണ്ടല്ലേ. ഉറുമ്പുകളെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അത് എത്ര വരി വരിയായിട്ട് പോകുന്നതൊക്കെ നോക്കിയിരിക്കാം. നല്ല രസമാണ്. അടുത്ത ഏതാ വാക്കാണ്? ഉദയം. രാവിലെ സൂര്യനൊക്കെ ഉദിച്ചല്ലേ അമ്മമാരൊക്കെ സൂര്യൻ ഉദിച്ച് എണീക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാറില്ലേ? ഓക്കെ. അടുത്ത വാക്ക് ഏതാണ്? ഉദയം. ഉദയം. അതിനെ എന്തെന്നാണ് പറയുന്നത്? സൂര്യൻ ഉദിച്ച് വരുന്ന ആ സമയത്തിന് പറയുന്ന പേരാണ് ഉദയം. അപ്പോൾ ഊയിലെ വാക്ക് ഏതൊക്കെ കിട്ടി? ഉറി, ഉരൽ, ഉറുമ്പ്, ഉദയം. ഒരുപാട് വാക്കുകളുണ്ടല്ലേ. ഇനി ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. ഊ. അടുത്ത വാക്ക് ഏതാണ്? അക്ഷരം ഏതാണ്? അടുത്ത അക്ഷരം ഏതാണ്? ഊ. അടുത്ത അക്ഷരം ഏതാണ്? ഊ. ഊയിലൊരു വാക്കാണ് ഊഞ്ഞാൽ. എല്ലാവരും ഓണത്തിനൊക്കെ ഊഞ്ഞാലാടില്ലേ? എന്താണ് മരക്കൊമ്പിലൊക്കെ ഊഞ്ഞാലിട്ട് തരില്ലേ? ആടിപ്പോവും അല്ലേ. എല്ലാവർക്കും ഊഞ്ഞാൽ ഇഷ്ടമല്ലേ? അപ്പോൾ ഊയിലുള്ള വാക്ക് ഏതാണ്? ഊഞ്ഞാൽ. ഊഞ്ഞാൽ. എല്ലാവരും പറഞ്ഞു പഠിക്കണം കേട്ടോ. അടുത്ത ഉച്ചയ്ക്ക് നമ്മൾ ഓണത്തിനൊക്കെ സദ്യ ഒരുക്കത്തില്ലേ? ഇലയിലേക്ക് പല പല കറികൾ വിളമ്പി അതിന് ഊണ്. എന്താണ്? ഊണ്. ഊണ്. എന്താണ്? ഊണ്. ഊഞ്ഞാൽ, ഊണ്. അടുത്ത ഏതാണ്? അടുത്ത വാക്ക് ഏതാണ്? ഊത്ത്. നിങ്ങൾ പീപ്പിയൊക്കെ ഊതാറില്ലേ? ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ പീപ്പിയൊക്കെ അച്ഛനും അമ്മയും വാങ്ങിത്തരാറില്ലേ? ഊതുമ്പോൾ സൗണ്ട് കേൾക്കുന്നത് അതാണ് ഊത്ത്. ഏതാണ് കൂട്ടുകാരെ? ഊത്ത്. പിന്നെ കുറച്ച് വാക്കാണ് ഊമ. സംസാരിക്കാൻ കഴിയില്ലാത്ത ആൾക്കാരെ പറയില്ലേ? ഊമ. ആംഗ്യത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അവർക്ക് ശബ്ദം പുറത്തു വരില്ല. അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് ഊമ. ഊഴം. അടുത്ത വാക്ക് ഏതാണ്? ഊഴം. എന്താണ്? ഊഴം. ഊഴം കാത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ? നമ്മൾ ആശുപത്രിയിലൊക്കെ പോയാലേ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി നമ്മളെ വിടുമോ? ഇല്ല. നമ്മൾ ഒരു നമ്പർ തരും അല്ലേ? ആ നമ്പർ അനുസരിച്ച് ആ നമ്പർ വിളിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഊഴം. നമ്മുടെ അവസരം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കാത്തിരിക്കണം. അതാണ് ഊഴം. അടുത്ത ഊഹം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഊഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇന്ന് നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്ന് കണക്കാണ്. നിങ്ങൾ ഹോംവർക്കൊന്നും ചെയ്തില്ല. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ടീച്ചർ ഇന്ന് ക്ലാസ്സിൽ വരുമോ? ചിലപ്പം വരുമായിരിക്കും, അല്ലെങ്കിൽ വരൂലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പറയുകയാണ്. വരുമോ വരില്ലയോ അങ്ങനെ ഒന്ന് പറയുന്നതിനെയാണ് ഊഹിക്കുക എന്ന് പറയുന്നത്. ഊഹിച്ച് പറയുക. ഊഹം. എന്താണ്? ഊഹം. അടുത്ത ഏതാണ്? ഊ കഴിഞ്ഞ് ഇറ്. ഇറ്. ഇറ് എന്ന് പറയുന്ന അക്ഷരത്തിലെ വാക്ക് ഏതാണ്? ഋഷി. ഏതാണ്? ഋഷി. അതായത് തപസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ, മുനിമാരെയാണ് എന്തെന്ന് പറയുന്നത്? ഋഷി എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് അറിവ് ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് ഋഷി എന്ന് പറയുന്നത് കേട്ടോ കൂട്ടുകാരെ. അടുത്തേതാണ്? ഋഷഭം. ഋഷഭം. ഋഷഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാള. പണ്ടൊക്കെ നിലം മുഴുവാനൊക്കെ, അതായത് വയലിലൊക്കെ നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടി കൂട്ടാനൊക്കെ ഒരു മൃഗത്തെ ഉപയോഗിച്ചിരുന്നു. അതാണ് കാള. ഓക്കെ. ഋഷഭം. എന്താണ്? ഋഷഭം. അടുത്ത രണ്ട് വാക്ക് ഏതാണ്? അടുത്ത വാക്ക് ഏതാണ്? ഋതു. ഋതു. അതായത് നിങ്ങൾക്കറിയില്ലേ കൂട്ടുകാരെ, ചില സമയത്ത് മഴ ഉണ്ടായിരിക്കും, ചില സമയത്ത് നല്ല പൂക്കളൊക്കെ പൂക്കുന്ന സമയമായിരിക്കും, ചില സമയത്ത് നല്ല മഞ്ഞൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥ നമുക്കില്ലേ? മഴക്കാലം, വേനൽക്കാലം,
മഞ്ഞുകാലം, വസന്തകാലം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഋതു എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? ഋതു. അടുത്ത അക്ഷരം ഏതാണ്? എ. അടുത്ത അക്ഷരം ഏതാണ്? എ. എയിലൊരു വാക്ക് ഏതാണ്? എലി. പൂച്ച എലിയുടെയൊക്കെ കഥകൾ കേട്ടിട്ടില്ലേ? പൂച്ച, എലി. അതിൽ എലിയാണ്. എന്താണ്? എലി. ധാന്യങ്ങളൊക്കെ തിന്ന് കരണ്ട് നശിപ്പിക്കും അല്ലേ ഈ ജീവി. നമ്മളെ വീട്ടിലൊക്കെ ചില സമയത്ത് എലികളൊക്കെ കയറാറില്ലേ? എലി ശല്യം കൂടാകുമ്പോൾ നമ്മൾ എന്തിനെ വളർത്തും? പൂച്ചയെ വളർത്തും. കാരണം പൂച്ച ആരെ പിടിക്കും? എലിയെ പിടിക്കും. അപ്പോൾ എയിലെ വാക്ക് ഏതാണ്? എലി. അടുത്ത വാക്ക് ഏതാണ്? എരുമ. നമ്മൾ നേരത്തെ ഒരു കാള പറഞ്ഞില്ലേ? അതുപോലെ വേറൊരു മൃഗമാണ് ഏത് കൂട്ടുകാരെ? എരുമ. ഏതാണ്? എരുമ. ഏതാണ്? എരുമ. വീട്ടിലൊക്കെ വളർത്തും കേട്ടോ. അടുത്ത വാക്ക് ഏതാണ്? എല്ല്. അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? എല്ല്. അതായത് നമ്മൾ കോഴിയൊക്കെ കഴിക്കത്തില്ലേ? കോഴിയുടെ കാലൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് കറി വയ്ക്കുമ്പോൾ? അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് ഏതെന്ന് പറയുന്നത്? എല്ല് എന്ന് പറയുന്നത്. അടുത്ത എണ്ണ. നിങ്ങൾക്കറിയില്ലേ കറി വയ്ക്കാനൊക്കെ നമ്മൾ ഒഴിക്കുന്ന സാധനമാണ് എണ്ണ. അടുത്ത 8. അതൊരു സംഖ്യയാണ് കേട്ടോ. നമ്മൾ എണ്ണം പഠിക്കൂലേ? അപ്പോൾ പറയാം കേട്ടോ. 8 എന്താണ്? 8 എണ്ണം എന്നൊക്കെ പറയും. 8 ഒരു സംഖ്യയാണ്. അടുത്ത എ കഴിഞ്ഞ ഏത് വാക്കാണ്? ഏ. എന്താണ്? ഏത്തപ്പഴം. എല്ലാവരും പഴം കഴിച്ചിട്ടില്ലേ? പല പല പഴമുണ്ടല്ലേ? സാധാരണ കൊച്ചു പഴങ്ങളുണ്ട്, രസകദളി എന്നൊക്കെ പറയും. പല പല പഴങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒരു വലിയ പഴമാണ് ഏതെന്ന് പറയുന്നത്? ഏത്തപ്പഴം. ഏത്തപ്പഴം. അടുത്ത വാക്ക് ഏതാണ്? ഏണി. എന്താണ്? ഏണി. അടുത്ത വാക്ക് ഏതാണ്? ഏണി. ഏണി അറിയുന്നുണ്ട്. നമ്മൾ മുകളിലോട്ട് വലിയ ഉയരങ്ങളുള്ള സ്ഥലങ്ങൾ മരത്തിലൊക്കെ കയറാൻ വേണ്ടി ചാരി വെച്ചിട്ട് കയറി പോകുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ഏണി കേട്ടോ. ഏണി. ഏണിപ്പടി എന്നൊക്കെ. ഏണി. അടുത്തൊരു സംഖ്യയാണ് 7. എന്താണ്? 7. നേരത്തെ 8 പഠിച്ചില്ലേ? 8നേക്കാളും ചെറിയ സംഖ്യയാണ് ഏതെന്ന് പറയുന്നത്? 7. അടുത്തൊരു വാക്കാണ് ഏതെന്ന് പറയുന്നത്? ഏലം. അതൊരു നമ്മൾ ചായയിലൊക്കെ ചിലപ്പോൾ ഇടും, പായസത്തിലൊക്കെ ചേർക്കുന്ന ഒരു സുഗന്ധ വിളയാണ് ഏതെന്ന് പറയുന്നത്? ഏലം. നല്ല മണമാണ് കേട്ടോ. ഏലക്കൊക്കെ എടുത്ത് കാണിച്ചു തരാം. അമ്മയുടെ അടുത്തൊക്കെ പറയണം. അവർ നിങ്ങൾ പറയുമ്പോൾ കാണിച്ചു തരും. അടുത്ത എ കഴിഞ്ഞ് ഏത് വാക്കാണ്? ഐ. ഏത് വാക്കാണ്? ഐ. ഐയിലെ ഒരു വാക്കാണ് ഇത്? ഐരാവതം. ഏതാണ് കൂട്ടുകാരെ? ഐരാവതം. ഇതൊരു ആനയുടെ പേരാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആന പഠിച്ചില്ലേ? ആനയുടെ പേരാണ് ഐരാവതം. പക്ഷേ ഈ ആന എന്താണ്? വെള്ള ആനയാണ്. എന്ത് ആനയാണ്? വെള്ള ആന. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ്റെ വാഹനമാണ് ഇതെന്ന് പറയുന്ന കൂട്ടുകാരെ? ഐരാവതം. അതായത് നിങ്ങൾക്ക് കഥകൾ, ദേവന്മാരുടെ അസുരന്മാരുടെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടോ? അതിൽ ദേവന്മാരുടെ, അതായത് സ്വർഗത്തിലെ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ്റെ വാഹനമാണ് ഐരാവതം. കഥകളൊക്കെ പതിയെ പതിയെ നമുക്ക് കേൾക്കാം കേട്ടോ. അടുത്ത വാക്ക് ഏതാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഐയിൽ. ഏതാണ്? ഐസ്ക്രീം. ഏതാണ്? ഐസ്ക്രീം. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഐസ്ക്രീം? ഓക്കെ. ചോക്കോ ബാർ, മാംഗോ ബാർ എന്നൊക്കെ പല പല പേരിൽ അറിയപ്പെടും. എന്താണ്? ഐസ്ക്രീം. അടുത്ത് ഐക്യം. ഏതാണ് വാക്ക്? ഐക്യം. എന്താണ്? ഒരുമ. നമ്മളെല്ലാം ഒരുമിച്ച് നല്ല സ്നേഹത്തോടെയൊക്കെ പ്രവർത്തിച്ച എല്ലാ കാര്യവും നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഒരുമയോടെ നിൽക്കണം. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതിനാണ് ഐക്യം എന്ന് പറയുന്നത്. അടുത്തൊരു വാക്കാണ് ഐതിഹ്യം. പണ്ടത്തെ എന്താണ് ചരിത്രങ്ങളൊക്കെ, പഴയകാല കഥകളൊക്കെ ഇല്ലേ? രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത്. അപ്പോൾ അന്ന് കേട്ട് അറിഞ്ഞിട്ടുള്ള കഥകളെയൊക്കെയാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. പഴയ കഥകളെയൊക്കെയാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. എന്താണ്? ഐതിഹ്യം. അടുത്ത വാക്ക് ഏതാണ്? ഒട്ടകം. ഏതാണ് ഓയിലെ വാക്ക്? ഒട്ടകം. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? പടത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചില സിനിമകളിലൊക്കെ മരുഭൂമിയിലൂടെ ഇതേപോലെ ഈ ജീവിയുടെ പുറത്ത് സഞ്ചരിക്കുന്നതൊക്കെ പടം കണ്ടിട്ടുണ്ടായിരിക്കാം. എന്താണ്? ഒട്ടകം. ഏത് വാക്കാണ്? ഒട്ടകം. അടുത്ത വാക്ക് ഏതാണ്? ഒച്ച്. നേരത്തെ ആമ പറഞ്ഞില്ലേ? ആമയെപ്പോലെ വളരെ പതുക്കെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് എന്ന് പറയുന്നത് ഒച്ച്. ഒരു വഴുവഴുപ്പൊക്കെ കാണും കേട്ടോ. അതിൻ്റെ പിറ ഒരുമാതിരി ഒട്ടൽ പോലെയുള്ളൊരു കൊച്ചു ജീവിയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ പുറത്ത് ഒരു തോട്, റൗണ്ടായിട്ടുള്ളൊരു തോടൊക്കെ കാണാൻ പറ്റും. വളരെ പതിയെ മാത്രം എഴഞ്ഞെഴഞ്ഞ് പോകാറുണ്ട്. അടുത്ത ഒരുമ. നേരത്തെ ഐക്യം പറഞ്ഞില്ലേ? ഒരുമയെന്ന്. അതുപോലെ ഒരു വാക്കാണ് ഒരുമ. ഒരുമിച്ച് നിൽക്കുക, എല്ലാവരും കൂടെ ഒരേ ഒത്തൊരുമയോട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരുമ.
അടുത്ത് ഒപ്പന. മുസ്ലിം കൂട്ടുകാരല്ലേ, അവരുടെ ഒരു നൃത്തരൂപമാണ് ഏത് കൂട്ടുകാരെ? ഒപ്പന. നിങ്ങൾ സ്കൂളിലൊക്കെ ഒപ്പന കളിക്കാറില്ലേ? യുവജനോത്സവം അതുപോലെയൊക്കെ വരുമ്പോൾ ഒപ്പന കളിക്കാറില്ലേ? അതാണ് ഒപ്പന. ഒരു ഡാൻസാണ്. ഓ, അടുത്ത ഏത് വാക്കാണ്? ഓ, ഏതക്ഷരമാണ്? അടുത്ത ഏതക്ഷരമാണ്? ഓ. ഓന്ത്. ഏതാണ്? നേരത്തെ ഒരു അരണ, അരണ പഠിച്ചില്ലേ? അരണേക്കാളും കുറച്ചുകൂടെ വലിയ ഇഴഞ്ഞു പോകുന്നൊരു ജീവിയാണ് ഏത് കൂട്ടുകാരെ? ഓന്ത് കേട്ടോ. നാക്ക് നീട്ടാൻ പറ്റും, വളരെ ഒട്ടലുള്ളൊരു നാവാണ്. ഈ നാക്ക് നീട്ടി പ്രാണികളെയൊക്കെ അത് പിടിച്ച് കഴിക്കാറുണ്ട്. ഓന്ത്. അടുത്ത ഓടക്കുഴൽ. ഇതൊരു സംഗീതം പൊഴിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ, ഓടക്കുഴൽ. നമുക്ക് ഓടക്കുഴൽ വേണമെങ്കിലും ഉണ്ടാക്കാം. മുളം തണ്ടിൽ ചെറിയ ചെറിയ സുഷിരങ്ങളിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്തൂടെ ഊതുമ്പോൾ ശബ്ദം പുറത്തു വരും. അത് നമുക്ക് കടയിൽ ഉത്സവപ്പറമ്പിലേക്ക് വാങ്ങാനൊക്കെ കിട്ടും, ഓടക്കുഴൽ. അടുത്ത വാക്കാണ് ഓല. തെങ്ങിൻ്റെ ഓല. തെങ്ങ് മരം അറിയത്തില്ലേ? അതിൻ്റെ ഇലേനെ പറയുന്ന പേരാണ് ഓല. ഓല. ഓട്. പണ്ടൊക്കെ വീടുകൾ ഓടിട്ടാണ് നിർമ്മിച്ചിരുന്നത് അല്ലേ? ഓട്. അല്ലേ? ഇപ്പോൾ എല്ലാവരുടെ വീടുകളും ടെറസായിരിക്കില്ലേ? പണ്ട് ഓട് ഉണ്ടായിരുന്നു, അതാണ് ഓട്. പിന്നെ ഓട്ടം. ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുക്കൂലേ? ഓടി പിടിക്കും അല്ലേ? അമ്മയൊക്കെ അടിക്കാൻ വരുമ്പോൾ ഓട്ടമാണ്. അതാണ് ഓട്ടം. അടുത്ത വാക്ക് ഏതാണ്? ഓ ഒഴിഞ്ഞ്. ഓ ഔ. ഔല് ഔഷധം. നിങ്ങൾക്ക് അസുഖം വരാത്ത കുഞ്ഞുങ്ങളാരും കാണൂല അല്ലേ? ഒരു പനിയോ ഒരു ചുമയോ ഒക്കെ വരും, അപ്പോൾ നമുക്ക് മരുന്ന് തരും അല്ലേ? ആശുപത്രിയിൽ നിന്ന് അടിച്ചും പിടിച്ചുമൊക്കെ നമ്മൾ മരുന്ന് കുടിക്കും. അപ്പോൾ നമുക്ക് വായിലൊഴിച്ച് തരും അല്ലേ മരുന്ന്? അതാണ് ഔഷധം. എന്തെന്ന് പറയും? ഔഷധം. ഔ കഴിഞ്ഞ് അംബുജം. ഏതാണ്? അംബുജം. താമരപ്പൂ, വലിയ പൂ, കുളത്തിലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ? അതാണ് അംബുജം, താമരപ്പൂ. അപ്പോൾ എല്ലാ വാക്കും പഠിക്കണം കേട്ടോ. ആ തൊട്ട് വരെയുള്ള വാക്കുകൾ പഠിക്കണം. ഓക്കെ. ഇത് ചെറിയ കൂട്ടുകാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അക്ഷരം അറിയാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കൂട്ടുകാർക്കുള്ള വീഡിയോ ആണിത്. ഓക്കെ, നമുക്കടുത്ത് കായ്ക്കാൻ ചില വാക്കുകളും പഠിക്കാം. ഓക്കെ.